കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചൂട് കൊടുമ്പിരി കൊള്ളുകയാണ്. പാർട്ടികളൊക്കെ ആരവങ്ങൾ മുഴക്കി പകിടപ്പലകകളിൽ കരുക്കൾ നീക്കി മുന്നിട്ടിറങ്ങുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി കാഹളം മുഴക്കി കോഴിക്കോട് നിന്നും കേരളത്തെ ഇളക്കി മറിച്ച് പ്രചരണത്തിൻ്റെ ഔദ്യോഗിക തുടക്കം കുറിച്ചു. രാഹുൽ ഗാന്ധിയുടെ അഭാവം സമ്മേളനത്തിൽ പ്രകടമായി എങ്കിലും അദ്ദേഹം വെർച്വൽ മീറ്റിംഗിലൂടെ സമ്മേളനത്തിൽ സജീവമായി സാന്നിധ്യമായി നിലകൊണ്ടു. സമ്മേളനത്തിൽ നേരിട്ടെത്താനിരുന്ന രാഹുൽ ഗാന്ധി അമ്മ സോണിയാഗാന്ധിയെ അപ്രതീക്ഷിതമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ തീരുമാനം മാറ്റുകയായി. ഏതാണ്ട് 5 മണിയോടെ സമ്മേളനം ആരംഭിച്ചു. എങ്കിലും രാവിലെ മുതൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ ജനം കടുത്ത വെയിലിലും രൂക്ഷമായ ചൂടും വകവയ്ക്കാതെ കാത്തു നിൽക്കുകയായിരുന്നു. മഹാറാലിയിലും സമ്മേളനത്തിലും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം സച്ചിൻ പൈലറ്റ്, പാണക്കാട് ഷാദിഖ് അലി ശിഹാബ് തങ്ങൾ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, K സുധാകരൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഷാഫി പറമ്പിൽ, MK രാഘവൻ MP തുടങ്ങിയ നേതാക്കളടക്കം അണിനിരന്നതോടെ കോഴിക്കോട് ബീച്ച് ആവേശത്താൽ ജ്വലിക്കുകയായിരുന്നു. മഹാറാലിയിലെത്തിയ ഖാർഗെ റാമ്പിലൂടെ നടന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. കോൺഗ്രസിൻ്റെ 5 ഗ്യാരണ്ടികൾ പരസ്യപ്പെടുത്തിയുള്ള ബസിൻ്റെ ഫ്ളാഗ് ഓഫും ഖാർഗെ നിർവഹിച്ചു. RJD നേതാവും മുൻ ഡെപ്യൂട്ടി മേയറുമായ കിഷൻ ചന്ദു പരിപാടിയിൽ പങ്കെടുത്തു. വെർച്വലായി പങ്കെടുത്ത രാഹുൽ ഗാന്ധി സമ്മേളനത്തിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു. CJP സഖ്യത്തിലൂടെ CPM-ഉം BJP-യും ഒത്തുകളിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര ഏജൻസികളിൽ നിന്നും സംരക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP-യുടെ കാട്ടു നയങ്ങൾക്കെതിരെ നിരന്തരം പോരാടുന്ന എനിക്കെതിരെ 46 കേസുകളുണ്ട്. എന്നാൽ അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട CPM നേതാക്കൾക്കെതിരെയുള്ള കേന്ദ്ര അന്വേഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഈ ഒത്തുകളിയുടെ ഭാഗമാണെന്നും അദ്ദേഹം ചേർത്ത് പറഞ്ഞു. അയ്യപ്പനെ ബഹുമാനിക്കാത്തവർക്ക് കേരളത്തിലെ ജനങ്ങളെ ബഹുമാനിക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ദൈവത്തെപ്പോലും വെറുതെ വിടാത്ത സർക്കാരാണ് ഈ ഇടതുപക്ഷ സർക്കാർ എന്ന് ഖാർഗെയും തുറന്നടിക്കുകയായിരുന്നു. കേരളത്തിൽ ഇന്ന് ചായക്കടയേക്കാൾ ബാറുകളാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. BJP അജണ്ടകൾക്കൊപ്പമാണ് CPM സഞ്ചരിക്കുന്നതെന്നും ഖാർഗെ പറഞ്ഞു. പിണറായിയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നത് പരാജയ ഭീതിയിലാണെന്ന് KC വേണുഗോപാലും തുറന്നടിക്കുകയായിരുന്നു. പോകുന്ന പോക്കിൽ 200ഓളം ബാറുകൾക്ക് ലൈസൻസ് നീട്ടിക്കൊടുത്തു. പരാജയം ആദ്യം തിരിച്ചറിഞ്ഞത് പിണറായി ആണെന്നും അതുകൊണ്ടാണ് പിണറായിയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നതെന്നും PR വർക്ക് കൊണ്ടൊന്നും കാര്യമില്ലെന്നും പോകുന്ന പോക്കിൽ കടുംവെട്ട് നടത്തുന്നുവെന്നും 200 ബാറുകൾക്ക് ക്ലാസിഫിക്കേഷൻ ഇല്ലാതെ അനുമതി നൽകിയെന്നും KC തുറന്നടിക്കുകയായിരുന്നു. പിന്നിൽ കോടികളുടെ അഴിമതിയാണ് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് കീഴടങ്ങി, പിണറായി മോദിക്ക് കീഴടങ്ങി. ഇതാണ് ഇരുവരും തമ്മിലുള്ള ഡീലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിൽ UDF തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കേരള പ്രയാണത്തിന് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ ഒരു ബസ് കേരളത്തിലുടനീളം സഞ്ചരിക്കും. ഈ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ ഫ്ളാഗ് ഓഫ് ഖാർഗെ ഇന്നലെ നിർവഹിച്ചു. കേരളം ജയിക്കും, UDF നയിക്കും എന്ന UDF മുദ്രാവാക്യം അതിലിങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ വോട്ടർമാരിലേക്ക് എത്തിക്കാനാണ് KPCC എല്ലാ ജില്ലകളിലൂടെയും ഈ ബസ് ഓടിക്കാൻ മുന്നിട്ടിറങ്ങുന്നത്. പ്രചാരണത്തിന് അധികം നാൾ ലഭിക്കാത്തതിൻ്റെ ക്ഷീണം 14 ജില്ലകളിലും ബസ് എത്തിച്ച് മറികടക്കാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. കോഴിക്കോട് കടപ്പുറത്തെ മഹാറാലിക്ക് പിന്നാലെയാണ് ബസ്സും ഓടിത്തുടങ്ങുക. ബസ്സിൽ കേരളം ജയിക്കും, UDF നയിക്കും എന്ന UDF മുദ്രാവാക്യം വലിയ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് കാണുന്ന തരത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി ഉയർത്തും, യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് എന്നീ 6 വാഗ്ദാനങ്ങളാണ് ബസിൻ്റെ വശങ്ങളിൽ എഴുതി പതിപ്പിച്ചിരിക്കുന്നത്. 38 സീറ്റുള്ള ബസിൻ്റെ ആദ്യ യാത്രയിൽ ആരോഗ്യമേഖലയിലെ താളപ്പിഴകളുടെ ഇരയായ KK ഹർഷിന ഉൾപ്പെടെ സമൂഹത്തിൻ്റെ 6 മേഖലകളിൽ നിന്നുള്ള വ്യക്തികളും UDF നേതാക്കളുമാണ് സഞ്ചരിക്കുക. ജില്ലകളിലെ പ്രധാന പോയിന്റുകളിൽ പ്രചരണ ബോധവൽക്കരണ പരിപാടികളിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. ടീം UDFൻ്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനവും LDFിനെ ഭരണത്തിൽ നിന്ന് തൂത്തെറിഞ്ഞ്
ജനാധിപത്യം പുനഃസ്ഥാപിക്കാനും അഴിമതിയുടെ പുറത്ത് അടയിരിക്കുന്ന LDFിൻ്റെ മുഖം ജനത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാനുമാണ് ടീം UDF മുന്നിട്ടിറങ്ങുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ 100 സീറ്റ് എന്നത് ഏതാണ്ട് ഇപ്പോൾ തന്നെ ഉറപ്പായി കഴിഞ്ഞു. സീറ്റുകൾ UDF തൂത്തുവാരി ചരിത്രത്തിലില്ലാത്ത വിജയം കൈവരിക്കുമെന്ന് കോൺഗ്രസ് ആവർത്തിച്ച് പറയുമ്പോൾ അത് ജനത്തിൻ്റെ ഉറപ്പാണ്, UDFിലുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം UDF തകർക്കില്ല എന്നും ഈ പ്രഖ്യാപിച്ച 6 കാര്യങ്ങളിലപ്പുറം കേരളം വിസ്മയിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ വരുന്ന UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നും നേതാക്കൾ കോഴിക്കോട് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.